കടുത്ത വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. നിരവധി സാമൂഹ്യ അഭിഭാഷക സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തീവ്ര ഹിന്ദുത്വ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് ശേഖർ കുമാർ നടത്തിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തെ വിവാദ നായകനാക്കിയിരിക്കുന്നത്. ഏകീകൃത വ്യക്തി നിയമം നടപ്പിലാക്കണമെന്നും ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കേണ്ടതെന്നും ഉൾപ്പെടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കടുത്ത വർഗീയവാദികൾ പോലും പൊതുവേദികളിൽ പറയാൻ മടിക്കുന്നവയായിരുന്നു ശേഖർ കുമാർ യാദവിന്റെ പരാമർശങ്ങൾ. 4 ഭാര്യമാരുള്ളതും മുത്തലാഖും പോലുള്ള ആചാരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ വിശേഷിപ്പിക്കാൻ കട്മുള്ള എന്ന വിവാദ പദം ഉപയോഗിച്ച ശേഖർ കുമാർ അവർ രാജ്യത്തിന് മാരക ഭവിഷ്യത്താണെന്നും പറഞ്ഞു വെച്ചു. മുസ്ലിം കുട്ടികളിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കാനാവില്ല. അക്രമത്തിനും മൃഗങ്ങളെ കൊല്ലുന്നതിനുമാണ് അവരെ പഠിപ്പിക്കുന്നത്. ഹിന്ദുക്കളെ ചെറുപ്പം മുതലേ ദയയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അതിനാലാണ് അവരിൽ അഹിംസയും സഹിഷ്ണുതയും നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏകീകൃത വ്യക്തി നിയമം ഭരണഘടനാപരമായി അനിവാര്യമാണ്. അത് ഉടൻ യാഥാർത്ഥ്യമാകും. ഐക്യം, ലിംഗസമത്വം, മതേതരത്വം എന്നിവ ഉറപ്പു നൽകുന്നതാണ് അത്. RSSും VHPയും മാത്രമല്ല ഏകീകൃത വ്യക്തി നിയമം ആവശ്യപ്പെടുന്നത്. പരമോന്നത നീതിപീഠവും പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിധം തികച്ചും വിദ്വേഷപരവും വർഗീയവുമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഈ പരാമർശങ്ങൾ വിദ്വേഷവും വിഭാഗീയതയും ജനിപ്പിക്കുന്നതും മതേതര വിരുദ്ധവുമാണെന്ന സാങ്കേതികത്വത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആണയിട്ടിരിക്കുന്ന ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് സമാനവുമാണ്. ഇന്ത്യ മതേതര രാജ്യമാണെന്നും എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അവകാശമുണ്ടെന്നും പ്രഖ്യാപിക്കുന്ന ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ജസ്റ്റിസ് യാദവിന്റെ പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തുടരാനുള്ള അവകാശം ഇല്ലാതാക്കുന്നു. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും നിയമനിർമ്മാണ സഭകൾ, നീതിന്യായ വ്യവസ്ഥ, എക്സിക്യൂട്ടീവ് എന്നീ 3 തൂണുകളിലാണ്. അവയ്ക്ക് അടിത്തറയാകുന്നതാകട്ടെ ഭരണഘടനയും. ഈ സാഹചര്യത്തിൽ സ്വന്തം അടിത്തറ തോണ്ടുന്ന സമീപനമാണ് ശേഖർ കുമാറിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഭരണഘടനാപരമായി ബാധിതപ്പെട്ടവരിൽ നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന അദൃശ്യ സംരക്ഷണമാണ് ഇത് ആവർത്തിക്കാൻ ഇടയാക്കുന്നത്. നേരത്തെയും ഇതേ ജഡ്ജിയിൽ നിന്നും മറ്റു ചിലരിൽ നിന്നും സമാന രീതിയിലുള്ള നടപടികൾ ഉണ്ടായപ്പോൾ പരാതികൾ ഉണ്ടായെങ്കിലും എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമായിരുന്നില്ല. നമ്മുടെ ചില ന്യായാധിപന്മാർ നിയമനിർമ്മാണ സഭകൾക്ക് മീതെയാണെന്ന് സ്വയം ധരിക്കുന്നു. രാജ്യത്തെ വർഗീയ സംഘർഷ ഭൂമിയാക്കുന്നതിന് അനുവദിക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് 1991 ആരാധനാലയ നിയമങ്ങൾക്ക് നിയമനിർമ്മാണ സഭ രൂപം നൽകിയത്. അതനുസരിച്ച് എല്ലാ ആരാധനാലയങ്ങൾക്കും രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ പല മുസ്ലിം ആരാധനാലയങ്ങൾക്കും മേൽ അവകാശമുന്നയിച്ച് ഹർജികളുമായി എത്തിയാൽ ഒരു വിഭാഗം ന്യായാധിപന്മാർ എതിർകക്ഷികളുടെ അഭിപ്രായം പോലും കേൾക്കാതെ നടപടികൾ നിർദ്ദേശിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഗ്യാൻവാപി, സംഭാൽ, അജ്മീർ തുടങ്ങിയ സമീപകാല കോടതി നടപടികൾ ഇതിന് ഉദാഹരണങ്ങളാണ്. തീവ്ര ഹിന്ദുത്വ മനസ്സുമായി നീതിപീഠങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന ഈ നടപടികൾ വർഗീയ സംഘർഷത്തിന് വഴിവെക്കുന്നതും നാം കാണുന്നു. 1991 ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇതുവരെ പരമോന്നത കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതുവരെയെങ്കിലും കാത്തു നിൽക്കാൻ തയ്യാറാകാതെയാണ് ചില ജഡ്ജിമാർ തങ്ങൾ നിയമനിർമ്മാണ സഭകൾക്ക് മീതെയാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന തൂണുകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾക്കും കാരണമാകുന്നു. ഫലത്തിൽ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളാകെയാണ് ഇതിലൂടെ വെല്ലുവിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭരണഘടനയുടെ കാവൽക്കാരാവേണ്ട ജഡ്ജിമാരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം ഹീനമായ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്.